പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെ ഭൂമിയുടെയും ആധിപത്യം ഏതൊരുത്തനാണോ അവൻ്റെ ദൂതൻ. അവനല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും, അതെ, അള്ളാഹുവിലും അവൻ്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് 1400 വർഷങ്ങൾക്ക് മുന്നേ പ്രബോധനം ചെയ്ത കാര്യങ്ങളാണ്. ആ റസൂലിനെ വിശ്വസിക്കാനാണ് നമ്മോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 175 പറയുന്നത്. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അതിൽ നിന്ന് ഊരിച്ചാടുകയും അങ്ങനെ പിശാച് പിന്നാലെ കൂടുകയും എന്നിട്ട് ദുർമാർഗികളുടെ കൂട്ടത്തിലാവുകയും ചെയ്ത ഒരുവൻ്റെ വൃത്താന്തം നീ അവർക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുക എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാൻ്റെ ദൃഷ്ടാന്തം വരുമ്പോൾ ഈ ഊരിച്ചാടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കാൻ കഴിയാതെ അതിനെ നിഷേധിച്ചുകൊണ്ട് കളയുന്ന ആളുകൾ, അതിനെ വിശ്വസിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്താ? അങ്ങനെ പിശാച് പിന്നാലെ കൂടുകയെന്ന്. അപ്പോൾ പിശാച് പിന്നാലെ കൂടുന്നത് കൊണ്ട് അവരെ അതിനെ ദുർബോധനം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത്. അതാണ് അവസാന കാലഘട്ടത്തിൽ യഥാർത്ഥ സത്യം വരുന്ന സമയത്ത് പിശാചിൻ്റെ ദുർബോധനം വരുമെന്ന് നമ്മൾ മുന്നേ ഹജ്ജിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യാഥാർത്ഥ്യ സത്യമാണ്. അപ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയണമെന്നില്ല. നമുക്ക് നേരിട്ട് പിശാച് നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് പറയണമെന്നില്ല. അത് പല ആളുകളിലൂടെയും നമ്മളെ ഹൃദയത്തിൻ്റെ ചിന്തകളിലൂടെ ഒക്കെ നമുക്കതിനെ മാറ്റിമറിക്കാൻ കഴിയും. അഥവാ യഥാർത്ഥ സത്യത്തിൽ നിന്നും പിശാച് നമ്മളെ അകറ്റാൻ ശ്രമിക്കും, നമ്മൾ വിശ്വസിപ്പിക്കാൻ സമ്മതിക്കില്ല. അതിൽ 177 പറയുന്നുണ്ട്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ഒരാളുടെ ഉപമ വളരെ ചീത്ത തന്നെയെന്ന്. യഥാർത്ഥ അള്ളാൻ്റെ തെളിവുകൾ വരുന്ന സമയത്ത് അത് നിഷേധിച്ചിട്ട് സ്വന്തം ശരീരം തന്നെയാണ് അവർ നശിപ്പിക്കുന്നത്. കാരണം ഈ സ്വന്തം ശരീരം എങ്ങനെ ഉണ്ടായത്? ആ സൃഷ്ടാവിനെ അംഗീകരിക്കാനാണ് അവരോട് പറയുന്നത്. അപ്പോൾ ആ സ്വന്തം ശരീരം പോലും അവർ അഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 182. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാവട്ടെ, അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അവർക്ക് നാം ഇട കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എൻ്റെ തന്ത്രം സുശക്തമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അവരെ ഞാൻ പടിപടിയായിട്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ അവരെ പിടികൂടും, അവർക്ക് ഞാൻ സമയം കൊടുക്കുന്നു. അപ്പോൾ ഈ സമയം കൊടുക്കുന്നത് കൊണ്ടാണ് അവർ അവിടെ കിടന്ന് അഹങ്കരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നുള്ളത് മനസ്സിലാക്കുക. അത് അവർക്ക് കൊടുക്കുന്നൊരു കുറച്ച് കാലത്തെ ആശ്വാസം മാത്രമാണ്. ക്രമം ചെയ്യുന്ന അല്ലെങ്കിൽ അനീതി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ അവരെ പിടിച്ച് ശിക്ഷിക്കാമല്ലോ എന്ന്. അപ്പോൾ അവർക്ക് സമയം കൊടുക്കുകയാണ്. അവർക്കുള്ളത് ചെറിയ ശിക്ഷകളല്ല. അതുകൊണ്ട്